മലമ്പുഴയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു ഫ്ലവർ ഷോ ആയിട്ട് അവിടുത്തെ ആൾക്കാരെ കൂടി ഫ്ലവർ ഷോ ആയിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ള പോക്കാണ്. അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് വീട് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിലോ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഭയങ്കര അടിച്ചിട്ട് കയറിയിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ ഇവിടെ ഒരു ഗാനമേളൻ്റെ ട്രൂപ്പ് ഉണ്ട് കേട്ടോ മേലെ. അപ്പോൾ അതിനൊക്കെയുള്ള തിരക്കാണ്. അപ്പോൾ ഏതായാലും ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമൊക്കെ കയറുന്നിടത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ മലമ്പുഴ വന്നാൽ കാണാൻ പറ്റിയ വേറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ സ്നേക്കിൻ്റെ പാർക്കുകളുണ്ട്. പിന്നെ അതുപോലെ മുതലൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ സ്നേക്ക് പാർക്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ പിന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫ്ലവർ ഷോ പിന്നെ ഫുള്ളി ഷോ ആണ്. അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അതേപോലെ നൈറ്റും മോർണിംഗ് ആയിട്ട് കാണാൻ നല്ല വ്യത്യാസമുണ്ട്. നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊരു വൈബാണ്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പല ഐറ്റങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ യക്ഷിൻ്റെ പാർക്കുണ്ട്. ഇതിൻ്റെയൊക്കെ ഷോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ മേലെ കയറി നോക്കണം. എന്നാലും ഇതിൻ്റെ ഷോ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ച പോലെയല്ല മേലെ നോക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ മേലെന്ന് എന്താ പറയുക റോപ്പ് ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് കാണാം കേട്ടോ. റോപ്പുണ്ട്. ഇവിടെ കണ്ടില്ല തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവിടെ നീങ്ങുന്നുണ്ട്. അവരോടൊപ്പം നടന്ന് നീങ്ങുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പ്രത്യേക സെക്ഷനുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ തിരക്ക് കൂടുതലായതുകൊണ്ടാണ് സിവിൽ ഡിഫൻസിൻ്റെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സഹായത്തിന് വേണ്ടി അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല റോസാ ചെടികളാണ്. പല നിറത്തിലുള്ള റോസാ ചെടികളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇതിലിഷ്ടപ്പെട്ട ചെടികളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങാനുള്ള സൗകര്യം കേട്ടോ. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങാം. അതിന് പ്രത്യേക കൗണ്ടറുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങാം. അതിങ്ങനെ ഇവിടെ ചുറ്റി കറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്നൊക്കെ. അതുപോലെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്ലേസാണ് മലമ്പുഴ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫ്ലവർ ഷോ ഉണ്ടായാലും പിന്നെ പറയും വേണ്ടിയില്ല.
നല്ല ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, പല നമുക്ക് എന്താ ഒരു ഡേ എങ്ങനെ പോകുന്നത് നമുക്കറിയാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായി. മലമ്പുഴ ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഫ്ലവർ ഷോ വന്നതിന് ശേഷം നല്ല ഫാമിലീസായിട്ട് തന്നെ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഈ ഫ്ലവർ ഷോൻ്റെ കാര്യം കാണുന്നതിന് ശേഷം നമ്മളിന്ന് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ കാണാനായിട്ട് അത്ഭുതമായിട്ടുണ്ട്. ഇത്രക്ക് രസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോയി കാണാൻ വേണ്ട ഒരു പറഞ്ഞാലും തീരില്ല. അത്രക്ക് രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല എന്താ പറയുക, അവരുടെ ഹാപ്പിനെസ്സായിട്ട് ഒരു ഡേ മാറാന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഹാപ്പിനെസ് അല്ലേ. അതേപോലെ ഒരു ഡേ ആണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ. അങ്ങനെ നമ്മൾ ഏകദേശം ഡാമിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഇതിൽ ഡാമിൻ്റെ അങ്ങോട്ട് റോപ്പുണ്ട് കേട്ടോ. വിൽപ്പനയുണ്ടോ? ഇവിടെയാണ് കേട്ടോ ഗാനമേളൊക്കെ നടക്കുന്നത്. ഇതോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗാനമേളൊക്കെ നടക്കുന്നത്. ഡാം കണ്ടില്ലേ, നേരെ നമുക്കിങ്ങനെ ഡാമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഗാനമേളൊക്കെ ഉള്ള കണ്ടോ. അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് പാടാം. നമുക്കിപ്പോൾ ഏതെങ്കിലും പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ട്രാക്ക് വെച്ച് പാടി കൊടുക്കാൻ മാത്രമേ. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അഭിനയിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ ആകാശമാകെ എന്ന കാര്യത്തിൽ ശബ്ദമായി അങ്ങനെ ഡാമിൻ്റെ അങ്ങോട്ട് നീങ്ങാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ അങ്ങോട്ട് നീങ്ങുന്ന അടുത്തൊരു കടുവുണ്ട് കൂട്ടിൽ. ജീവനുള്ളതല്ല, ഡമ്മിയാണ്. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ സ്റ്റെപ്പ് പോലാണെങ്കിൽ അപാര തിരക്കുവാണ്. ഇവിടെ മദ്രസ കുട്ടികളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്, ഡാം കാണാൻ. അവരാണ് ഈ ഇറങ്ങി പോകുന്നതായിട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും ഡാമിൻ്റെ മേലെത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇനി നമുക്ക് 1/2 കിലോമീറ്ററോളം നടന്ന് പുറത്തേക്ക് പോകണം. എന്നാലും അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടാണ്ട് ഇതാവുള്ളൂ. പിന്നെ അവിടുന്ന് സൂര്യനൊക്കെ നല്ല രീതിയിൽ കാണാം കേട്ടോ. സൂര്യാസ്തമയം അങ്ങനത്തൊക്കെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ മേലെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു രസമാണ് കേട്ടോ കാണാൻ, ഫുള്ളായിട്ട് കാണാൻ. അപ്പോൾ അതുപോലെ ആ കാണുന്ന പാലത്തിന് ഡാമിൽ തിരിച്ച് കുറേ നടന്നിട്ട് തിരിച്ച് പോരാനുള്ള പാലാണ് കേട്ടോ. അപ്പം ഇതാണ് ഡാമിൻ്റെ പുറത്ത് വെള്ളം നിൽക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം ശ്രദ്ധിക്കുക. ഡാമിൻ്റെ മേലെ കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം കുഞ്ഞുങ്ങളെ മേലേക്ക് പൊക്കി കാണിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കുക. കമ്പിമേലൊന്നും നിർത്താതെ നിൽക്കുക. കുഞ്ഞുങ്ങളെ സേഫ്റ്റി നമ്മളെ കയ്യിലാണ്, വേറെ ആരുടെ കയ്യിലുമല്ല.
അപ്പോൾ നമ്മളിങ്ങനെ നടക്കാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഡാമിൻ്റെ മേലെ കൂടെ നടന്ന് അപ്പോൾ നമ്മള് ഒരു 6 മണി 6:15 ആയിട്ടുണ്ട് നമ്മൾ ഡാമിൻ്റെ മേലെ നടന്നപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി അടിയിലെത്തണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല ആ റോഡിന് പോയി അപ്പുറത്ത് സൈഡിലേക്ക് എത്തണം, എന്നാലേ നമുക്ക് ആ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതിൽ നമ്മൾ അടിയിലേക്ക് ഇറങ്ങി ഇനി ഈ റോഡിനിങ്ങനെ നടന്ന് പോകണം. അങ്ങനെ ഞങ്ങളെല്ലാ മോനും ഞാനും കേട്ടോടെ കണ്ട് നടക്കുന്നത് കുറച്ച് വെള്ളം കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ. അവിടെ ഡിങ്കി മാഷിൻ്റെ ടാങ്കൊക്കെ ഉണ്ട്, പക്ഷെ കുറേ തിരിച്ചു മാർച്ചൊക്കെ നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇതിലൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ടാങ്കിൽ വെള്ളം ഉണ്ടാവും. എനിക്ക് ഒടുക്കത്തെ ചൂടും വെയിലും അപ്പോൾ ഇതാണ് നമ്മുടെ മലമ്പുഴയിലെ സ്പെഷ്യൽ ഗായ്. മലമ്പുഴ യക്ഷി. അപ്പോൾ മലമ്പുഴ വരുന്നവർ ഇത് പ്ലേസാണ്. പ്ലേസിൽ എന്താ പറയുക, മലമ്പുഴ യക്ഷിയാണ്. മലമ്പുഴൻ്റെ എന്തൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു 2:30 ആ ടൈമിലൊക്കെ നമ്മൾ മലമ്പുഴയിൽ നമ്മൾ എത്തിയത് കേട്ടോ. 8 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 7:45 8 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ പുറത്തിറങ്ങാണ്. അപ്പോൾ രാത്രി 8 ഇറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോഴും ഭയങ്കര തിരക്കായി. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ